ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്ന് സെക്കൻഡ് ഡേ ആണ്. പിന്നെ ഇന്നലെ ബാക്കിയൊന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ ഇനി ബാക്കിയും കൂടെ സ്റ്റിച്ച് ചെയ്യാനുണ്ട്, പ്ലസ് ഒരു വേറെ ഗൗണും കൂടെ തയ്ക്കാനുണ്ട്. അപ്പോൾ ഗൗൺ ഇന്ന് വെട്ടി വെക്കുന്നുണ്ട്, പിന്നെ ബാക്കി സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നമ്മൾ തയ്ച്ചുകൊണ്ടിരുന്ന ടോപ്പില്ലേ, അപ്പോൾ അതിൻ്റെ സ്കേർട്ട് എനിക്കിതായിരുന്നു കിട്ടിയത്. അന്ന് എനിക്ക് വേറെ മെറ്റീരിയലൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇത് ഓർഗൻസ് പ്ലെയിനാണ്, വേറെ ഒന്നും കിട്ടിയില്ലായിരുന്നു. എക്സാക്ട് കളർ വേണമെങ്കിൽ എനിക്കറിയില്ല. അപ്പം എനിക്കിതൂടെ കിട്ടി, വേറൊരു മെറ്റീരിയലൂടെ കിട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടെ മാച്ച് ചെയ്ത് പ്ലസ് ഹക്കോവയും കൂടെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ മാച്ച് ചെയ്യിക്കാം എന്നൊന്ന് നോക്കണം. എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതങ്ങ് തീരും. പിന്നെ വൈറ്റ് കട്ട് ചെയ്യണം, ഓഫ് വൈറ്റ്. പിന്നെ ഇന്ന് പോരാത്തിന് ക്ലാസ്സും ഉണ്ട്. എഗെയിൻ ഇന്നും ക്ലാസ്സുള്ള ദിവസം തന്നെ. പിന്നെ വേറൊരാൾക്കാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇത് ചെയ്യുന്നു. ഉച്ച കഴിഞ്ഞിട്ടാണ് ക്ലാസ്. അപ്പം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയിൽ ബാക്കി തയ്ച്ച് വെക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പം പിന്നെ അറിയത്തില്ല, ക്ലാസ് കഴിയുമ്പോൾ ഈ പറയുന്ന ബാക്ക് പെയിൻ ഒക്കെ ആണെങ്കിൽ ഒത്തിരി സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും കംപ്ലീറ്റ് കാണിക്കാൻ പറ്റത്തില്ല, കാരണം ഓരോ തവണ സ്റ്റിച്ച് ചെയ്തിട്ട് ചിലപ്പോൾ സ്റ്റിച്ച് നൂലിടയ്ക്ക്, അതായത് ഗ്യാദർ ചെയ്യുമ്പോൾ നൂല് പൊട്ടിപ്പോയാൽ പിന്നെ ഒന്നുകൂടെ റീസ്റ്റിച്ച് ചെയ്യേണ്ടി വരും. അപ്പം അതെല്ലാം കൂടെ കാണിച്ച് കുളവാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാതെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എടുത്ത്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ സ്കേർട്ട് വരുന്നത്. ഇനി ഇതിന് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതെനിക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് തീർക്കേണ്ട സംഭവമാണ്. അപ്പോൾ ഫുൾ നമുക്കങ്ങനെ വ്ളോഗല്ല, ഇതിപ്പോൾ വ്ളോഗായിട്ട് എടുക്കുന്നത്, സ്റ്റിച്ചിങ് ട്യൂട്ടോറിയലായിട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അതുകൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റേത് കാര്യമായിട്ടൊന്നും കാണിക്കാഞ്ഞത്. ഇത് തന്നെ എനിക്കൊന്നും 3-4 തവണ മാറ്റേണ്ടി വന്നു. മീൻസ് നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ചിലപ്പം നൂല് ഇടയ്ക്ക് വെച്ച് സ്റ്റക്കാവുന്നു. അപ്പോൾ അത്തെ വീണ്ടും ഒന്നുകൂടെ ചെയ്താൽ ചിലപ്പോൾ കുളമായിപ്പോൾ. അപ്പോൾ ഞാൻ വീണ്ടും ആദ്യം തൊട്ട് ഒന്നുകൂടെ ചെയ്തത്, എന്നാലൊരു വൃത്തി വരുത്തുള്ളൂ. ഇല്ല ചിലപ്പോൾ കയറി ഇറങ്ങിയൊക്കെ നിൽക്കും. എന്തായാലും ചെയ്യുന്നതല്ലേ, അപ്പം അങ്ങനെ കുളവാക്കാൻ താല്പര്യമില്ല. പിന്നെ ഇനിയിപ്പോൾ ഇതിന് ബാൻഡൊക്കെ വെക്കണം. ഇപ്പം അത് വെക്കാൻ പോവുക. പിന്നെ ലൈനിങ്ങും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ബാൻഡ് വെക്കുന്നത്. ഇതാണ് പാവാട. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കുക, എന്നാലേ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഏകദേശം തീർന്നായിരുന്നു. പിന്നെ അടുത്തത് വെട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടനാണെങ്കിൽ കിടക്കാൻ വന്നതാണ്. ഞാനാണെങ്കിൽ കിടക്കാതെ പിടിച്ച് നിർത്തിയേക്കുക, കാരണം എനിക്ക് തുണി വെട്ടണമല്ലോ. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു 11 മണിയൊക്കെ ആയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനോർത്ത് ഇത് വെട്ടി ജസ്റ്റ് ആ ടോപ്പ് പോർഷൻ മാത്രം ജസ്റ്റ് ഒന്ന് തയ്ച്ച് വെച്ചു. ബാക്കി നാളെ ചെയ്താൽ മതിയല്ലോ, അപ്പോൾ അത്രയും കുറഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് സ്കാനിങ്ങിന് പോകേണ്ട ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ സ്കാനിങ്ങിന് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞ് വന്നിട്ട് ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് സ്റ്റിച്ച് ചെയ്തെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല കേട്ടോ, ഓർക്കുന്നില്ല. ക്ലാസ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഓർക്കുന്നുണ്ട്. சார்ஜர் அடி நான் போட்டுக்கிறேன் அப்படின்னு சொன்னேன். என்னோட சார்ஜர்லாம் அம்மா தான்.
എൻ്റെ കയ്യിൽ ഇപ്പോൾ ഐഫോണില്ല. ഐഫോണിൽ ആൻഡ്രോയിഡ് ചാർജ് ഒന്നും പറ്റത്തില്ല. Excuse me, I have Android also. I have C-Pin also. I have ಇನ್ನೊಂದು ಫೋನ್ ಇದೆ ಟೈಪ್ B. ടൈപ്പ് സി അയ്യടാ. നിന്റെ ഏതോ എഫ് ഇല്ല. I have Android, I have Type C, I have iPhone. അപ്പം ഞങ്ങളാണെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്നു. സ്കാനിങ് ഒക്കെ കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മുടിഞ്ഞ വിശപ്പ്. അപ്പോൾ അതിനു മുമ്പ് ഡോക്ടറെ കാണാൻ പോയി അവിടെ ഇരുന്നു. ഡോക്ടർ തിരക്കായിരുന്നു. അപ്പോൾ ഒത്തിരി ആൾക്കാരിയ്ക്കുന്നു, പേഷ്യൻസ് ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഞങ്ങളുടെ ടൈമും ആയിട്ടില്ലായിരുന്നു. എന്നാൽ പിന്നെ പോയി പബ്സൊക്കെ കഴിച്ചിട്ട് വരെ എനിക്ക് എന്താ പബ്സ് കഴിക്കാൻ ഭയങ്കരമായിട്ടും തോന്നി. അപ്പം കോഫിയും പബ്സും വാങ്ങിച്ച് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴായിരുന്നു എനിക്കൊരു ആശ്വാസമായിരുന്നു. അപ്പോൾ ആ വിശപ്പിൻ്റെ വിളിയിലേ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിവിടെ വന്നിരുന്നു. ഞങ്ങളെ ഡോക്ടർ വിളിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെഡിസിൻസൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോന്നു. അത്ര ഉള്ളായിരുന്നു ഹോസ്പിറ്റലിൽ നടന്നത്. വരുന്നില്ലേ? ചെളിയാണോ? സോ ക്ലാസ്സിനെല്ലാം റെഡിയായി. ലിങ്ക് ഇപ്പം അയച്ചു തരും. ഞാനിപ്പോൾ അതിന് വെയിറ്റ് ചെയ്യും. ഫോൺ അപ്പോൾ ഇന്ന് ക്ലാസ് കുറച്ച് ലേറ്റായിട്ടായിരുന്നേ. ഒരു 6:30 6:45 എന്തോ ആയി സ്റ്റാർട്ട് ചെയ്തപ്പം. കാരണം അവരുടെ ടൈമും കൂടെ നമ്മൾ നോക്കണ്ടേ. അതുമല്ല ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് വന്നപ്പോൾ 3 മണിയൊക്കെ ആയിരുന്നു. 2:30 3 മണിയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കിടന്നായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു, എന്നിട്ട് കിടന്നു. അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 8-8:15 അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തില്ല. അത് കഴിഞ്ഞപ്പം പിന്നെ ലേറ്റായി. യൂഷ്വലി ഞാൻ പുറത്തിരുന്നായിരിക്കേ ഡൈനിങ് ഹാളിൻ്റെ അവിടെ ഇരുന്നായിരിക്കും ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഈ സമയത്തെന്ന് വെച്ചാൽ അവിടെ നല്ല ബഹളമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് റൂമിനകത്തിരുന്നെടുത്തു. പിന്നെന്തുമായിരുന്നു, അപ്പോൾ ഇത് ക്ലാസ് തുടങ്ങി. എനിക്കൊന്ന് ലിങ്ക് അയച്ചു തരുമായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടന് ഡാൽ കിച്ചടി വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അന്നേരം പറഞ്ഞതല്ല, ഓൾറെഡി 2 ദിവസമായിട്ട് പറയുന്നുണ്ട് ഞാൻ ഇന്ന് വെച്ചുതരാം നാളെ വെച്ചുതരാം. പക്ഷേ ഓരോ കാരണം കൊണ്ട് ഇങ്ങനെ നീണ്ടു പോകായിരുന്നു. അപ്പോൾ അന്നും ക്ലാസ് കഴിഞ്ഞപ്പോൾ 8:15 അപ്പം ഒന്നാമത് രാവിലെ തൊട്ട് നിൽക്കുകയൊക്കെ അല്ലേ. അപ്പോൾ കുറച്ച് ടയേർഡായിരുന്നു എന്ന് ചോദിച്ചാൽ കുറച്ച് ടയേർഡായിരുന്നു. പക്ഷേ ഞാൻ ഓർത്തു അന്നിനി എന്തായാലും ഇനി സ്റ്റിച്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഡാൽ കിച്ചടി ഉണ്ടാക്കിയേക്കാം, എളുപ്പമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോയി ഡാൽ കിച്ചടി ഉണ്ടാക്കിയായിരുന്നു. അത് ഞാനിപ്പോഴാണ് ഓർത്തത്. ഞാൻ ഓപ്പോസിറ്റ് ആളെ കാണിക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ അവരുടെ പ്രൈവസിയും കൂടെ മാനിക്കണമല്ലോ. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. എടുക്കാനും എനിക്ക് താല്പര്യമില്ല. കാരണം എല്ലാവരും വീഡിയോയിൽ കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. എല്ലാവർക്കും ഒരു പ്രൈവസി വേണ്ടവരായിരിക്കും മിക്കവരും. സോ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അത് കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഈ മേക്കപ്പ് ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം വരുന്നുണ്ട് കേട്ടോ. ഈ മേക്കപ്പ് എന്നല്ല, എല്ലാ മേക്കപ്പിലും ലൈറ്റിങ് വലിയൊരു ഘടകം തന്നെയാണ്. നമ്മൾ ലൈറ്റിൻ്റെ ആംഗിൾ മാറുന്തോറും മേക്കപ്പിൻ്റെ കളറും മാറിക്കൊണ്ടിരിക്കും. ഇന്നിനി തയ്യലൊക്കെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല, നോക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഡാൽ കിച്ചടി ഉണ്ടാക്കി അങ്ങനെ ലാസ്റ്റ് കഴിക്കാനും കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നമുക്കിനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ Day 4 അല്ലേ. അപ്പോൾ ഇനി നമുക്ക് Day 4 കാണാം. അപ്പോൾ ഇന്ന് Day 3 സ്റ്റിച്ചിങ് ഇല്ലായിരുന്നു അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.